ഉറക്കം മൂലം ഭാവി നഷ്ടപ്പെട്ട ഏറെ ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. US സ്കൂൾ ടൈം 8:30 നിന്നും 7:30 മാറ്റിയപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ 8:30 സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ 7:00 പോകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ 5:00-5:30 എണീറ്റ് വൃത്തിയായി പിന്നെ സ്കൂളിലേക്ക് എത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അവരുടെ ആ രാവിലെയുള്ള ഉറക്കം ഡിസ്റപ്റ്റ് ആവും. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അക്കാദമിക് പെർഫോമൻസിൽ കോട്ടങ്ങൾ സംഭവിച്ചു. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഒന്നും കാണുമ്പോൾ ഉറങ്ങാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. എക്സസൈസുകളെ പോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളെ പോലെ തന്നെ പഠനത്തിനെ പോലെ തന്നെ പ്രധാനമാണ് ഉറക്കം. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ പീക്ക് പെർഫോമൻസിൽ നമ്മുടെ ഏറ്റവും മാക്സിമം നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ആ പെർഫോമൻസ് വരാൻ വേണ്ടിയിട്ട്, അതേപോലെ മെന്റലി ഷാർപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫിസിക്കൽ റിക്കവറിക്ക് വേണ്ടിയിട്ടൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു കാര്യം. അല്ലെങ്കിൽ ആവശ്യത്തിന് ഉറക്കം കിട്ടുന്ന ഒരു അത്ലറ്റ് പിന്നെ മറ്റാളുകളെ അപേക്ഷിച്ച് കൂടുതൽ സ്പീഡിലും കൂടുതൽ ആക്യുറസിയിലും അതേപോലെ തന്നെ കൂടുതൽ എൻഡൂറൻസ് കായികക്ഷമതയുള്ള ആളുകളായിട്ടും കാണപ്പെടുന്നു എന്നാണ് റിസർച്ചുകൾ കാണിക്കുന്നത്. ഒരുപാട് റിസർച്ചുകൾ ഉറക്കത്തിൻ്റെ മേഖലയിൽ നടക്കുന്നുണ്ട്. ബുദ്ധി ശരിക്കും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് വേണം? ഉറക്കമാണ്. ഒരാളെ ഡിപ്രഷനിൽ കൊണ്ട് തളക്കണമെങ്കിൽ പിന്നെ ആളുടെ ഉറക്കം ഡിസ്ട്രക്ട് ചെയ്താൽ മതി, ആളെ മര്യാദയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കാതിരുന്നാൽ മതി, ആളുകൾ വട്ടായി പോകും. അങ്ങനത്തെ ശിക്ഷാരീതികൾ വരെ നമ്മൾ കാണാറുണ്ട്. ഉറക്കം എന്ന് പറയുന്നത് 2 സ്റ്റേജുകളായിട്ടുണ്ടാവും. ഒന്ന് റെം, അതേപോലെ തന്നെ നോൺ റെം സ്റ്റേജസ്. അപ്പോൾ ഈ റെം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ടോട്ടൽ ഉറക്കത്തിൻ്റെ ഒരു 25% വരുന്ന പിന്നെ അത്രയും ഭാഗം നമ്മുടെ പിന്നെ ഐ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ണുകളൊക്കെ ചലിക്കും, സ്വപ്നങ്ങൾ കാണുകയൊക്കെ ചെയ്യില്ലേ, ആ ഒരു ഭാഗം അത് റെം സ്ലീപ്പ് എന്നാ പറയാം. അപ്പോൾ അതിൽ പിന്നെ നമ്മുടെ തലച്ചോറ് നമ്മൾ എങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അതേ സമയത്ത് നോൺ റെം സ്റ്റേജ് ഉണ്ട്. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ മസിലൊക്കെ റിലാക്സ്ഡ് ആയിട്ട് പിന്നെ ഉറങ്ങൂല. ഈ മെന്റൽ ആൻഡ് ഫിസിക്കൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഈ 2 സ്റ്റേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ റെം സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷനിങ്, അതേപോലെ മെമ്മറി കൺസോളിഡേഷൻ, ഇമോഷണൽ റെഗുലേഷൻ, ഇതിനൊക്കെ നന്നായിട്ട് പിന്നെ എൻഹാൻസ് ചെയ്യുന്നതാണ്. ഇമോഷണൽ റെഗുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ദേഷ്യം വരുന്ന അത്ലറ്റുകൾ അല്ലേ, അപ്പം ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് സംഭവിക്കാം. ആരെയല്ല, അപ്പം എസ്പെഷ്യലി ഫുട്ബോളിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്ക് എന്താ സംഭവിക്കാം? കാർഡ് കിട്ടിയിട്ട് ആൾ പോകുക, അല്ലെങ്കിൽ ഒരു റോങ് ഡിസിഷൻ ആയിരിക്കും അയാൾ ഗ്രൗണ്ടിൽ എടുക്കുക. അപ്പം അങ്ങനെ ഇമോഷണലി നമ്മൾ റെഗുലേറ്റഡ് ആവണമെങ്കിൽ ഈ റെം സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്രിൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവും ചെറിയ തരം മൈനർ ടിയേഴ്സ് വരും. ഈ ടിയേഴ്സ് പിന്നീട് റീബിൽഡ് ചെയ്തിട്ടാണ് മസിൽ ഗ്രോത്ത് ഒക്കെ വരിക. പിന്നെ അതേപോലെ ചില നമ്മൾ ഏതൊരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണോ അതിലേക്കുള്ള ഒരു അഡാപ്റ്റേഷനും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. പറഞ്ഞത് ഇതിനെല്ലാം ഈ നോൺ റെം സ്റ്റേജിലുള്ള സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.